ഹലോ, ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് നോൺ വെജുകാർക്കും വെജുകാർക്കും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എഗ്ഗും പപ്പടമൊക്കെ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് പപ്പടം മാത്രം വെച്ചിട്ടും ഈ ഒരു റെസിപ്പി നമുക്ക് ചെയ്യാവേ. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാം. ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും ജോലി കഴിഞ്ഞ് വന്നിട്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കറി ആണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനൊരു 1-2 പ്രാവശ്യം ഉണ്ടാക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഉണ്ടാക്കാറുണ്ട്. വീഡിയോസ് എടുത്തത് ഇപ്പോഴാണെന്ന് മാത്രം. അപ്പം ഞാൻ ആദ്യമായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് പച്ചമുളക് 2 എണ്ണം, അളവൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, നമുക്ക് എന്തോരാണോ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് സവാള ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. ഉപ്പും ഇട്ട് കൊടുത്തിട്ടേ. ഉപ്പിടുമ്പോൾ വേഗം സവാളയൊക്കെ നന്നായിട്ട് വാടി കിട്ടുമല്ലോ. അപ്പോൾ നല്ലോണം നന്നായിട്ട് വഴറ്റി എടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ടേ, പിന്നെ ചിക്കൻ മസാല. ഇപ്പം ചിക്കൻ മസാല വേണ്ടാത്തവർക്ക് ഞാൻ ഗരം മസാല കുറച്ച് ചേർക്കുന്നുണ്ട്. പക്ഷേ ചിക്കൻ മസാല വേണ്ടാത്തവർ ഇച്ചിരി അധികം ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. മീറ്റ് മസാലയും ചേർത്തുണ്ടാക്കാം. എനിക്ക് പക്ഷേ ചിക്കൻ മസാല ചേർത്തുണ്ടാക്കിയപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം നന്നായിട്ട് സെറ്റാക്കി ഞാനൊരു ഇച്ചിരി വെള്ളം, ഒരു 2-3 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പപ്പടം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതൊന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഈ മസാലയും പപ്പടവും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. നന്നായിട്ട് അത് മിക്സായി കഴിയുമ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് അത് ചെറിയ ചെറിയ സ്ലൈസസ് ആക്കി വെച്ചിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സാക്കി സെറ്റാക്കി ഉപ്പൊക്കെ നോക്കി എല്ലാം പാകത്തിനാണെന്നൊക്കെ നോക്കി അടിപൊളിയാക്കി വയ്ക്കുക. എന്നിട്ട് കുറച്ച് ചോറും ഇച്ചിരി മസാലക്കറിയും കൂടി എടുത്തിട്ട് എല്ലാവരും കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഒരുപാട് വ്യൂസൊക്കെ വരുന്നുണ്ട്, കമൻസ് കുറവാണ്, എന്നാലും ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക്